അസ്സലാമലൈക്കും. ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരു അധ്യായത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അധ്യായം 15 സൂറ അൽ ഹിജ്ർ. ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ തെളിവെന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആയത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനിലെ വചനങ്ങളാകുന്നു അവ. തങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ കൊതിച്ചു പോകുന്നു. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ അത്രയും തെളിവുകൾ ഇതിൽ കൊടുക്കുന്നുണ്ടെന്നാണ്. കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ തുടങ്ങുന്നത് തന്നെ. യഥാർത്ഥ സത്യമാർഗത്തിൽ നമ്മൾ വന്നിരുന്നെങ്കിൽ നമ്മൾ അത് എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കേണ്ട തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തുടങ്ങി വെക്കുന്നത്. അവിശ്വസിച്ചതിന്റെ പേരിൽ അവർക്ക് നഷ്ടപ്പെടുന്നതും എന്താന്നുള്ള ബോധത്തോടു കൂടിയാണ് ഈ ഇവിടെ പറയുന്നത്. അതിൽ 3 പറയുന്നത്, നീ അവരെ വിട്ടേക്കുക, അവർ തിന്നുകയും സുഖിക്കുകയും വ്യാമോഹത്തിൽ വ്യാപ്തരാകുകയും ചെയ്തു കൊള്ളട്ടെ, പിന്നീട് അവർ മനസ്സിലാക്കിക്കൊള്ളും. അവരെ ഫ്രീ ആയിട്ട് വിടട്ടെ. നമ്മൾ ഭൂമിയിൽ ഇപ്പൊ നമ്മളെങ്ങനെ ജീവിക്കുന്നത് ആ രീതിയിൽ സുഖമായിട്ട് സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് അതങ്ങനെ പോട്ടെ. പക്ഷെ അവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിൽ 9-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, തീർച്ചയായും നാം ആണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അള്ളാഹു നമ്മോട് എന്തൊക്കെ പറയുന്നുണ്ട്, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആനിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏതൊരു കാലഘട്ടത്തിലേക്കും ഒരു ഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്ന സമയത്ത് അതിലുള്ള സത്യങ്ങളൊക്കെ ഇന്നും നിലനിർത്തി അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. കൈകടത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ രഹസ്യത്തെ അള്ളാഹു അത് ഭദ്രമാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ 22-ാമത്തെ സൂക്തം പറയുന്നത്, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാവുകയും ചെയ്തു. നിങ്ങൾക്ക് അത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മഴയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു പറയുമ്പോൾ തൊട്ട് താഴെ പറയുന്നത് അതിൽ തന്നെ 22 പറയുന്നുണ്ടെങ്കിൽ 23 പറയുന്നത്, തീർച്ചയായും നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, എല്ലാത്തിന്റെയും അനന്തരാവകാശിയും ഞാൻ തന്നെയാണ്. അതിന്റെ കൈകൾ എന്ന അംശത്തിന്റെ പ്രവൃത്തിയാണ് മഴ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം സൃഷ്ടാന്റെ കൈകളാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജനനം മരണം നമ്മളെല്ലാ കാര്യം എടുക്കുന്നത് സൃഷ്ടാന്റെ കൈകൾ എന്ന അംശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് അതിന്റെ താഴെ പറയുന്നത് എന്താ, തീർച്ചയായും നിങ്ങളിൽ നിന്ന് മുമ്പിലായവർ ആരെന്നും നാം അറിഞ്ഞിട്ടുണ്ട്, പിന്നിലായവർ ആരെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് എന്താ, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹു ഈ ഖുർആനിലൂടെ പറയുന്നത് എന്താ, നിങ്ങൾക്ക് മുന്നിലുള്ളവരെയും നിങ്ങൾക്ക് പിന്നിലുള്ളവരെയും ഞാൻ അറിയുന്നുണ്ട്. പിന്നിലുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ നമ്മളൊക്കെ ആയിരിക്കണം, അതിൽ നമ്മളൊക്കെ പെടും. മുന്നിലുള്ളവരോ ആദനബിയുടെ കാലം മുതലുള്ള എല്ലാ മനുഷ്യരും അതിൽ പെട്ടു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെ അവരെ ഒരുമിച്ച് കൂട്ടുന്നതുമാണ്, തീർച്ചയായും അവൻ യുക്തിമാനും സർവജ്ഞനും അത്രേ.